ഹലോ, വെൽക്കം ടു ദീഷാസ് വ്ളോഗ്. എല്ലാവർക്കും ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു മുറുക്കിൻ്റെ റെസിപ്പിയുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് വേഗം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 4 ഗ്ലാസ് പച്ചരി പൊടിച്ചതും 1 ഗ്ലാസ് ഉഴുന്നും 1/2 ഗ്ലാസ് പൊട്ടുകടലയുമാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അതിൽ ഉഴുന്നൊന്ന് വറുത്തിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ. നമുക്കത് ആദ്യം ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതിലേക്ക് എടുത്തു വെച്ച 1/2 ഗ്ലാസ് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഇത് ആ ചൂടിലൊന്ന് അവിടെ നിൽക്കട്ടെ. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. എന്നിട്ട് പച്ചരിപ്പൊടിയിലേക്ക് ഇത് ചേർക്കാം. ഇതിപ്പോൾ അങ്ങനെ എല്ലാം കൂടി ചേർത്ത് പൊടിച്ചെടുത്ത മാവാണ്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2.5 കപ്പ് വെള്ളം എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി ഈ വെള്ളം കുറേശ്ശെയായി ഈ പൊടിയിലേക്ക് ഒഴിച്ച് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ കുഴച്ചെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ നെയ്യും 2 സ്പൂൺ ഡാൽഡയും ചേർത്ത് ഒന്നും കൂടി കുഴയ്ക്കാം. അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിൽ നമുക്ക് ഓയിൽ ഒഴിച്ച് അത് ചൂടാവാൻ വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ മുറുക്ക് ചുറ്റിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 സോസർ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കമഴ്ത്തി വയ്ക്കാം. എന്നിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് ഉരുട്ടിയെടുക്കാം. മാവ് ഉരുട്ടിയെടുക്കുമ്പോൾ നമുക്ക് കൈ ഒട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കൈ നനച്ചാൽ മതി. അപ്പോൾ ഈ ഒട്ടൽ നമുക്ക് കുറഞ്ഞു കിട്ടും. ഇങ്ങനത്തെ അച്ചുള്ളതാണ് എടുത്തത്. ഇതിലിട്ടിട്ട് നമുക്കത് ചുറ്റിയെടുക്കാം. തിളച്ച ഓയിലിലേക്ക് നമുക്കിത് ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ നൊരയൊന്ന് കുറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. അതാണ് വേവിൻ്റെ കണക്ക്. മറിച്ചിട്ട ശേഷവും നൊര പൊങ്ങാൻ തുടങ്ങും. ആ നൊരയും നന്നായി അടങ്ങിയ ശേഷമേ നമുക്കത് എടുക്കാൻ പാടുള്ളൂ. അതിന് മുമ്പേ എടുത്താൽ ചിലപ്പോൾ ഉള്ളു വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു മുറുക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.